ചരിത്രപരമായ ഒരു ചോദ്യം ചോദിച്ചോട്ടെ. എന്തുകൊണ്ടാണ് ബ്രിട്ടീഷുകാർ കേരളത്തിൽ ഒരു പോർട്ട് പണിയണം എന്നാഗ്രഹിച്ചപ്പോൾ അവരെന്തുകൊണ്ടാണ് കൊച്ചി തിരഞ്ഞെടുത്തത്? എന്തുകൊണ്ട് വിഴിഞ്ഞം ഇത്രയും ആഴം ഉള്ള ഒരു തുറമുഖ സാധ്യതയുണ്ടെങ്കിൽ എന്തുകൊണ്ട് അവരതൊന്ന് തള്ളിക്കളഞ്ഞു? അല്ല, അന്നത്തെ സമയത്ത് ഒരു ഈ ചിലവ് കുറഞ്ഞ് അല്ലെ കോസ്റ്റ് കുറഞ്ഞ് ഒരു ഹാർബർ ട്രാങ്കുൽ ഓൾറെഡി ഒരു ട്രാങ്കുൽ ഏരിയയാണ്. റിവറും സീയും ജോയിൻ ചെയ്യുന്നതാണ്. വേറെ കൂടുതൽ അതിന് ഇൻഫ്രാസ്ട്രക്ചർ ആവശ്യമില്ല. ബ്രേക്ക് വാട്ടർ മറ്റേ ഓപ്പൺ കോസ്റ്റിലൊക്കെ ബ്രേക്ക് വാട്ടർ അല്ലെ പുലിമുട്ട് ആവശ്യമുണ്ട്. ഈ അകത്ത് തിരമാല വരാത്ത സ്ഥലം, ശാന്തമായ പ്രദേശത്ത് കപ്പൽ വന്ന് അടുക്കുകയും അവിടെ ചരക്ക് കയറ്റാനും ഇറക്കാനും സൗകര്യമുള്ള ഒരു പ്രദേശമായിട്ട് അതിനെ കണ്ടു. അല്ലാതെ അന്ന് ഈ ആഴം കൂടിയ കോൺസെപ്റ്റോ അല്ലെങ്കിൽ ഇത്രയും വലിയ കപ്പലുകളൊന്നും ഓടിക്കൊണ്ടിരുന്ന സമയമല്ല, അന്നില്ല. അതെല്ലാം ഇപ്പം അടുത്ത കാലത്തല്ലേ. നമ്മൾ വിഴിഞ്ഞം തുടങ്ങുന്ന സമയത്ത് അല്ലെങ്കിൽ ഇത് വിഭാവനം ചെയ്ത സമയത്തൊന്നും ഈ 24,000 TEU ശേഷിയുള്ള കപ്പൽ വരുമെന്ന് വിചാരിച്ചിട്ടില്ല. ഈവൻ ഈ പ്രോജക്റ്റ് റിപ്പോർട്ട് ലേറ്റസ്റ്റ് സ്റ്റേജിൽ ഉണ്ടാക്കുമ്പോഴും 18,000 TEU വെസൽസാണ് ഉദ്ദേശിച്ചിരുന്നത്. അപ്പോൾ ഈ 2014 ശേഷം ഈ 10 കൊല്ലത്തിനിടയ്ക്ക് വെസൽ സൈസസ് ഒക്കെ കൂടി 24,000 TEUവിൻ്റെ വെസൽസ് വന്നു. അവിടുത്തെ ലോകത്തിലെ ഏറ്റവും വലിയ വെസൽ ഇവിടെ വന്നു. അപ്പം പെട്ടെന്നാണ് ഇതിൻ്റെ ചേഞ്ച്, കണ്ടെയ്നറൈസേഷനും വെസൽ സൈസസ് ഇൻക്രീസ് ചെയ്യുന്നതൊക്കെ റാപ്പിഡാണ്. അപ്പം അതുകൂടാതെ നമ്മുടെ ഈ വിഴിഞ്ഞം നോക്കിയാൽ കാണുന്ന ആ ഒരു സീ റൂട്ട്, കപ്പൽ ചാൽ 10 നോട്ടിക്കൽ മൈൽ അകലെ ലോകത്തിൻ്റെ 30% അതിലധികം കാർഗോ മൂവ് ചെയ്യുന്ന ഒരു പാതയാണ്. പല ഷിപ്പിംഗ് ലൈൻസ് അതിൽ പോകുന്നുണ്ട്. 80% ലോകത്തിൻ്റെ എനർജി, ഓയിൽ അല്ലെങ്കിൽ എനർജി ഫ്ലോ നടക്കുന്ന, കാർഗോ ഫ്ലോ നടക്കുന്ന ഇതിലേക്കൂടെയാണ്. അപ്പം അതിൻ്റെ ഇമ്പോർട്ടൻസ് അപ്പോൾ അതിൽ നിന്ന് അറിയാൻ പറ്റും. ആ ഇമ്പോർട്ടൻസൊക്കെ നമ്മൾ അറിഞ്ഞു തുടങ്ങിയത് ലേറ്റസ്റ്റ് സ്റ്റേജിലാണ്. അന്ന് ആഴമുണ്ട്. അപ്പോൾ ആഴം കൂടിയ കപ്പൽ കൊണ്ടുവരാമെന്നുള്ള ഒരു പോർട്ട് ഇവിടെ എന്തുകൊണ്ട് ആയിക്കൂടാന്നുള്ള രീതിയിലാണ് അന്നത്തെ ചർച്ചകൾ തുടങ്ങിയത്.